ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം. പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ലാത്തിവീശി. സംസ്ഥാനത്ത് ലഹരി വ്യാപനവും അക്രമ സംഭവങ്ങളും പെരുകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് KSU പ്രതിഷേധവുമായി എത്തിയത്. ലഹരി മാഫിയകൾക്ക് എക്സൈസ് കുടപിടിക്കുന്നുവെന്നാരോപിച്ചാണ് എക്സൈസ് ഓഫീസ് മാർച്ച് നടത്തിയത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ വാക്കുതർക്കമുണ്ടായി. ഇതിനു പിന്നാലെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയത് സംഘർഷത്തിനിടയാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായതോടെ നേതാക്കൾ ഇടപെട്ട പിന്തിരിപ്പിച്ചെങ്കിലും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി റോഡ് ഉപരോധിച്ചു. ഗതാഗതം തടഞ്ഞ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ സംഘർഷാവസ്ഥ രൂക്ഷമായി. ഒടുവിൽ പ്രതിഷേധം തുടർന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. ഇതോടെയാണ് KSU പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് മടങ്ങിയത്. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കള്ളുഷാപ്പുകാരന്, ചാരായ ഷാപ്പുകാരന്, മദ്യം മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ചരിത്രം തെളിയിച്ച കാര്യം. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ 5 ഗ്രാം പിടിച്ചാൽ 10 ഗ്രാം പിടിച്ചാൽ ഇതൊക്കെ വലിയ വാർത്തയാണ്. ഈ നമ്മുടെ നാട്ടിലെ 5 ഗ്രാമും 10 ഗ്രാമും ഒക്കെ കിട്ടുന്നത് ടൺ കണക്കിന് സാധനം കേരളത്തിലേക്ക് ഒഴുകിയിട്ടല്ലേ? അതിൻ്റെ ചില്ലറ വിൽപ്പനക്കാരെ മാത്രം പിടിക്കുന്നത് എന്തുകൊണ്ട്? ഇതിൻ്റെ യഥാർത്ഥമായ സോഴ്സ് ഇവിടെ കിലോ കണക്കിന്, ടൺ കണക്കിന്
ഈ കേരളത്തിലേക്ക് ബാംഗ്ലൂർ വഴി, തമിഴ്നാട് വഴി, അതല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വന്നിറങ്ങുമ്പോൾ എന്തുകൊണ്ടത് പിടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല? ഞങ്ങളൊക്കെ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ഭരണകൂടത്തിൽ ഇരിക്കുന്നവർ പോലും പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ അവർ വഴി ഇന്ന് ഭരിക്കുന്ന സർക്കാർ ഇതിൻ്റെ പങ്ക് പറ്റുന്നു എന്നതാണ് ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇന്ന് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷനായി. UTV ന്യൂസ് പാലക്കാട്.